السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأتموا الحج والعمرة لله. وقال حبيبنا وشفيعنا ومنجدنا ومرشدنا محمد صلى الله عليه وسلم: الحج المبرور ليس له جزاء إلا الجنة. صدق الله العظيم وصدق رسوله النبي الكريم وعليه أفضل الصلوات وأزكى التسليم. അല്ലാഹു ജല്ല സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ കബൂലാക്കുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. ഒരു ദീനീ സ്ഥാപനത്തിൻ്റെ വാർഷിക സമ്മേളനം, സനദ്ദാന സമ്മേളനം എന്നതിനപ്പുറത്തേക്ക് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഒരു ശാക്തീകരണ സമ്മേളനമാണ് 2 ദിവസങ്ങളിലായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പരിപാടിയുടെ നോട്ടീസ് ഒന്ന് വീക്ഷിക്കുകയായിരുന്നു. സത്യത്തിൽ ഇതിൻ്റെ സംഘാടകർ, ഈ സ്ഥാപനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ മുഹമ്മദ് അബ്ദുൽ ഖാദിർ ഉസ്താദ് അവറുകളും ഈ സ്ഥാപനത്തിൻ്റെ ആദരണീയ പ്രിൻസിപ്പാൾ ഉസ്താദ് ഫഹദ് ഐനി അവറുകളും അടക്കമുള്ള ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘാടകരുടെ ദീർഘദൃഷ്ടിയാണ് ആ നോട്ടീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഓരോ പരിപാടിയും ഇസ്ലാമിക സമൂഹത്തെ ശാക്തീകരിക്കുന്ന ലക്ഷ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ ഖുർആൻ മത്സരം നടന്നു. ഈ ഉമ്മത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള വിശുദ്ധ ഖുർആനിലേക്ക് സമുദായത്തെ ബന്ധപ്പെടുത്താനുള്ള ഏറ്റവും എളുപ്പമായ വഴിയാണ് മത്സരങ്ങൾ, ഖുർആൻ മത്സരങ്ങൾ. ഉമ്മത്തിനെ ഖുർആനിലേക്ക് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംഗമം ഇന്നലെ നടന്നു. ഇന്ന് കുടുംബ സംഗമം നടന്നു. രാവിലെ ഒരു സമൂഹം ശക്തിപ്പെടുന്നത് കുടുംബ തലങ്ങളിലൂടെയാണ്, കുടുംബത്തിലൂടെയാണ് ഒരു സമൂഹം ശക്തിയാർജിക്കുന്നത്. ഇനി ഈ വേദിയിൽ നടക്കാനിരിക്കുന്ന സമ്മേളനം മാനവ സൗഹാർദ്ദ സമ്മേളനമാണ്. ഈ നാട്ടിലെ എല്ലാ വിഭാഗങ്ങളും ഏകോദര സഹോദരങ്ങളെപ്പോലെ ഐക്യത്തിൽ, സ്നേഹത്തിൽ കഴിയണമെന്ന സന്ദേശം നൽകിക്കൊണ്ടുള്ള സമ്മേളനം നടക്കാനിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇന്ന് വൈകുന്നേരം സമാപന സനദ്ദാന സമ്മേളനം എന്ന് പറയുന്നത് ഈ ശാക്തീകരണം, സമുദായത്തിൻ്റെ ശാക്തീകരണത്തിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരെ, യുവ പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന സമ്മേളനമാണ്. ഇങ്ങനെ ഈ 2 ദിവസത്തിലായി ഒരു സമൂഹത്തിൻ്റെ, ഇസ്ലാമിക സമൂഹത്തിൻ്റെ എംപവറിംഗ് കോൺഫറൻസ് ആണ്, ശാക്തീകരണ സമ്മേളനം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശൈത്താനെ അട്ടിയോടിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ലാ ളററ വലാ ദിറാർ, ഉയർന്ന ദീനീ പ്രവർത്തനത്തിന് വേണ്ടിയാണ് നീ പോകുന്നത്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ നീ ആരെയും ഉപദ്രവിക്കരുത് കേട്ടോ. സഹാബത്തുൽ കിറാം ഇത് കേട്ടിട്ട് ചരിത്രത്തിൽ കാണാം, അവരുടെ മുട്ടുകൾ കൈകൾ കൊണ്ട് മറച്ചു പിടിച്ചു. മറ്റാരുടെയെങ്കിലും ശരീരത്തിൻ്റെ മുട്ട് തട്ടിപ്പോകരുത്, മറ്റുള്ളയാൾക്കൊരു ഉപദ്രവമുണ്ടാകരുത്. മിനായിലേക്ക് കല്ലെറിയാൻ പോവുകയാണ്. ഉയർന്ന ദീനീ പ്രവർത്തനമാണ്, പക്ഷേ മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ടാകരുത് എന്ന് പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ളയ്യഖ മൻസിലൻ വഖതഅ തരീഖൻ വആദാ മുഅ്മിനൻ ഫലാ ഹജ്ജ ലഹു. അല്ലാഹുവിൻ്റെ റസൂൽ
ആ ദുൽഹജ്ജ് 10-ാം ദിവസം മിനായിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ആരെങ്കിലും വഴിയിൽ തടസ്സമുണ്ടാക്കിയാൽ, മുസ്ലിമീങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കിയാൽ, അവൻ എത്ര ഉയർന്ന ഹജ്ജിന് വേണ്ടിയാണ് വന്നിരിക്കുന്നതെങ്കിലും, എത്ര വലിയ കർമ്മമാണ്, ദീനീ പ്രവർത്തനമാണ് ചെയ്യുന്നതെങ്കിലും, മറ്റുള്ളവനെ ഉപദ്രവിച്ചുകൊണ്ടാണെങ്കിൽ, അവനെ വേദനിപ്പിച്ചുകൊണ്ടാണെങ്കിൽ, ഫലാ ഹജ്ജ ലഹു, അവന് ഹജ്ജില്ല. പ്രിയമുള്ളവരെ, ഹബീബായ നബി എന്താണ് പഠിപ്പിച്ചത്? ഹാജിമാരെ പഠിപ്പിച്ച പാഠം എന്താണ്? ജീവിതകാലം മുഴുവനുമുള്ള പാഠമാണ് പഠിപ്പിക്കുന്നത്. അവിടുത്തെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പറഞ്ഞ കേവല പാഠങ്ങളല്ല ഇത്, മറിച്ച് ജീവിതകാലം മുഴുവനും ഹാജി മുറുകെ പിടിക്കേണ്ട പാഠമാണിത്. വലിയ ദീനീ പ്രവർത്തനം, വലിയ സംഘടനാ പ്രവർത്തനം. അന്യന്റെ മെക്കിട്ട് കയറിക്കൊണ്ടാകരുത്, അവനെ ചീത്ത വിളിച്ചുകൊണ്ടാകരുത്, അവന്റെ അഭിമാനത്തിൽ കൈകടത്തിക്കൊണ്ടാകരുത്, അവനെ ആക്ഷേപിച്ചുകൊണ്ടാകരുത്. അങ്ങനെയാണ് നീ ചെയ്യുന്നതെങ്കിൽ ഫലാ ഹജ്ജ ലഹു എന്ന് നബി തങ്ങൾ പറഞ്ഞത്, നിന്റെ ദീനീ പ്രവർത്തനം ഒന്നും അല്ലാഹു അംഗീകരിക്കൂല, നിന്റെ സംഘടനാ പ്രവർത്തനം അല്ലാഹു അംഗീകരിക്കൂല. പരസ്പരം ചെളിവാരി എറിഞ്ഞ് പരസ്പരം ആക്ഷേപിച്ചുകൊണ്ടുള്ള നിന്റെ ദീനീ പ്രവർത്തനം അത് അല്ലാഹു ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഐക്യത്തിന്റെ പാഠം പഠിപ്പിക്കുകയായിരുന്നു. മിനായിൽ സഹാബാക്കൾ വരികയാണ്. മുസ്ദലിഫയിൽ നിന്നും സഹാബാക്കൾ മിനായിലേക്ക് വരുന്നു. നബി തങ്ങൾ ആദ്യമേ മിനായിലെത്തി. നമുക്കറിയാം, ദുൽഹജ്ജ് 10-ാം ദിവസം 4 അമലുകളാണ്. അതിന്റെ ക്രമം എന്താണ്? ആദ്യം കല്ലെറിയണം, രണ്ടാമത് അറുത്തു കൊടുക്കണം, മൂന്നാമത് തലമുണ്ഡനം ചെയ്യണം, നാലാമത് കഅബാലയത്തിൽ ചെന്ന് തവാഫ് ചെയ്യണം. സഹാബാക്കൾ മുസ്ദലിഫയിൽ നിന്നും മിനായിലേക്ക് വരുമ്പോ 1.25 ലക്ഷത്തോളം വരുന്ന സഹാബാക്കൾ കുറെ പേര് താമസിച്ചാണ് വരുന്നത്. ആദ്യം വരുന്നവർ നബി തങ്ങൾ ചെയ്തതുപോലെ ചെയ്തു, ക്രമപ്രകാരം ചെയ്തു. എന്നാൽ പിന്നീട് വന്നവർ ചിലർ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ അറുത്തു കൊടുക്കുന്നു, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തലമുണ്ഡനം ചെയ്യുന്നു. സഹാബാക്കൾ അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലെറിഞ്ഞതിനെ പറ്റി അറിയാതെ ചില ആൾക്കാർ ബലിയറുത്തു കൊടുത്തു, ചില ആൾക്കാർ തലമുണ്ഡനം ചെയ്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസമായി. അവർ പരസ്പരം ചിലർ കുറ്റപ്പെടുത്താൻ തുടങ്ങി. നിന്റെ ഹജ്ജ് ശരിയായിട്ടില്ല, ഞാൻ ചെയ്തതാണ് ശരി, എന്റെ പ്രവർത്തനമാണ് ശരി, നിന്റേത് ശരിയായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ക്രമം ഇങ്ങനെയായിരുന്നു, നീ ചെയ്ത ഹജ്ജ് ശരിയായിട്ടില്ല, നീ തെറ്റിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പരസ്പരമുള്ള കുറ്റപ്പെടുത്തൽ ദീനിന്റെ പേരിലാണ്. പരസ്പരമുള്ള ഈ കുറ്റപ്പെടുത്തലുകൾ വർദ്ധിച്ചപ്പോ സഹാബാക്കൾ വന്ന് നബി തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അദ്ബഹു വലാ അർമി യാ റസൂലല്ലാഹ്, ഞാൻ അറുത്തുപോയി നബിയെ, കല്ലെറിഞ്ഞില്ല നബിയെ. അഹ്ലിഖു റഅസി വലാ അദ്ബഹു യാ റസൂലല്ലാഹ്, ഞാൻ തലമുണ്ഡനം ചെയ്തു, കല്ലെറിയാതെ ബലിയറുക്കാതെ തലമുണ്ഡനം ചെയ്തു, ക്രമം തെറ്റിപ്പോയി നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി എന്തായിരുന്നെന്ന് അറിയുമോ? ഇദ്ബഹ് വലാ ഹറജ്, ഇഹ്ലിഖ് വലാ ഹറജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല, നിങ്ങൾ ചെയ്തതെല്ലാം ശരിയാണ്. നിങ്ങൾ ചെയ്തു പോയതിന്റെ പേരിൽ പരസ്പരം കുറ്റപ്പെടുത്തരുതേ. അൽ ഖിലാഫു അശദ്, അഭിപ്രായ വ്യത്യാസം, ഈ പരസ്പരമുള്ള ചെളിവാരിയറിയൽ ദീനിന്റെ പേരിലാണെങ്കിലും അത് കടുത്ത കുറ്റമാണ്, അതിലേക്ക് നിങ്ങൾ പോകരുതേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. പ്രിയമുള്ള സഹോദരങ്ങളെ, സംഘടനാ പ്രവർത്തനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരേ ആശയം, യാതൊരു ആശയ വ്യത്യാസവുമില്ല, കർമ്മശാസ്ത്ര രംഗത്ത് പോലും ഒരേ ആശയം വെച്ചു പുലർത്തുന്നവർ, എന്നാൽ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. കേസ് നടത്തുന്നവരുടെ എല്ലാം പേരിന്റെ അറ്റത്ത് ഹാജി എന്നിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. എല്ലാവരുടെയും പേരിന്റെ അറ്റത്ത് ഹാജി ഉണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ ഹജ്ജ് പഠിക്കാതെ വന്നിട്ട് സംഘടനയ്ക്ക് വേണ്ടി ദീനിന്റെ പേര് പറഞ്ഞുകൊണ്ട് പരസ്പരം ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവർ, പ്രിയമുള്ളവരെ, പുണ്യ റസൂലിന്റെ ഹജ്ജിന്റെ അന്തസത്തയെ ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പാത സ്വീകരിച്ചുകൊണ്ട്
മുഹമ്മദി ഹാജിയാകാൻ നാം തയ്യാറാകണം. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ഐക്യവും സ്നേഹവും മാത്രമല്ല ഹജ്ജിൽ പഠിപ്പിച്ചത്. നബി തങ്ങൾ പറഞ്ഞില്ലേ, ഹജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞില്ലേ, അന്നാസു മിൻ ആദം വ ആദമു മിൻ തുറാബ്. അന്നാസു മിൻ ആദം വ ആദമു മിൻ തുറാബ്. മനുഷ്യരെല്ലാവരും ഒരൊറ്റ പിതാവിൽ നിന്ന് വന്നവരാണ്. ആദമാകട്ടെ നാം ചവിട്ടി നടക്കുന്ന ഈ മണ്ണിൽ നിന്ന് പടക്കപ്പെട്ടവനാണ്. പിന്നെന്തിനാണ് പരസ്പരം പോരിമ, എന്തിനാണ് പരസ്പര വിദ്വേഷം, എന്തിനാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ ലോകമാനവികതയുടെ സന്ദേശമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഓരോ ഹാജിയും ഇബ്രാഹിമി ഹാജിയാകണം. ഇബ്രാഹിമി ഹാജി അനുസരണയുടെ, ആത്മസമർപ്പണത്തിന്റെ, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മുന്നിൽ തന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ വകവയ്ക്കാത്ത ഇബ്രാഹിമി ഹാജിയായി ജീവിക്കണം. അതിനോടൊപ്പം പരസ്പര സ്നേഹത്തിന്റെയും പരസ്പര ഐക്യത്തിന്റെയും പരസ്പര സാഹോദര്യത്തിന്റെയും വക്താവായി മുഹമ്മദി ഹാജിയായി ജീവിക്കാൻ ഹാജിമാർ തയ്യാറായാൽ, ഹറമുകൾ സന്ദർശിക്കുന്നവർ തയ്യാറായാൽ, പ്രിയമുള്ളവരെ, ഹാജിമാരിലൂടെ വലിയ ഇസ്ലാമിക ശാക്തീകരണം സാധ്യമാകും. ഏറ്റവും ഒടുവിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിൽ പഠിപ്പിച്ച മാനവികതയുടെ ഏറ്റവും ഉയർന്ന പാഠം പ്രബോധനത്തിന്റെ പാഠമാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 23 വർഷക്കാലത്തെ ഹൃദയത്തിന്റെ നൊമ്പരം, ഒരൊറ്റ മനുഷ്യനും നരകത്തിന്റെ തീക്കുണ്ടത്തിലേക്ക് പോകരുത്, ഒരൊറ്റ മനുഷ്യനും കത്തിക്കാളുന്ന നരകത്തിലേക്ക് പോകരുത്, എല്ലാവരും സ്വർഗത്തിലേക്ക് എത്തണമെന്ന ഏറ്റവും ഉയർന്ന മാനവ സൗഹാർദ്ദത്തിന്റെ ചിന്ത നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകർന്നു നൽകി. നബി തങ്ങൾ പറഞ്ഞു, ബല്ലിഗു അന്നി വലൗ ആയ ഫല്യുബല്ലിഗി ഷാഹിദുൽ ഗായിബ്. ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം ഇസ്ലാമിന്റെ ഈ സന്ദേശത്തെ മുഴുവൻ മനുഷ്യരിലേക്കും, അൽ ഗായിബ് ഇവിടെ ഇല്ലാത്ത മുഴുവൻ മനുഷ്യരിലേക്കും ഇസ്ലാമിന്റെ ഈ സന്ദേശം എത്തിച്ചു കൊടുത്ത് അവർക്കെല്ലാവർക്കും സ്വർഗത്തിന്റെ സുന്ദരമായ പാത തെളിച്ചു കൊടുക്കണം എന്ന് പഠിപ്പിച്ചിട്ടാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹജ്ജ് അവസാനിക്കുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ 3 സന്ദേശങ്ങളാണ് ഓരോ ഹാജിയും ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ടത്. ഒന്ന്, അള്ളാഹുവിനെ അനുസരിക്കുന്ന ഇബ്രാഹിമി സരണിയാണ്. 2, ഐക്യത്തിന്റെ, മാനവിക ഐക്യത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, സാഹോദര്യത്തിന്റെ മുഹമ്മദി ഹാജിയാകണം. 3, മുഴുവൻ മനുഷ്യരിലേക്കും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനെത്താൻ വേണ്ടി സ്വന്തം സമ്പത്തും സമയവും ശരീരവുമൊക്കെ ആ വഴിയിൽ ചെലവഴിക്കാൻ ഓരോ ഹാജിയും ഓരോ മുസ്ലിമും തയ്യാറാകുമ്പോൾ, പ്രിയമുള്ളവരെ, ഹജ്ജ് വർഷാവർഷം നടക്കുന്ന ഹജ്ജ് ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമിന്റെ ശാക്തീകരണത്തിന്റെ സമ്മേളനമായി മാറുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹിച്ചതുപോലെ അൽ ഹുജ്ജാജു വൽ ഉമ്മാറു വഫ്ദുല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള നിവേദക സംഘങ്ങളാണ്, പടച്ചവന്റെ താൽപര്യങ്ങളെ ലോകത്ത് നടപ്പിലാക്കുന്ന നിവേദക സംഘങ്ങളാണ് ഹജ്ജ് ചെയ്യുന്നവർ, ഉംറ ചെയ്യുന്നവർ എന്ന് നബിതങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നത് അപ്പോഴാണ്. അതിന് ഇത്തരം സംഗമങ്ങൾ ഉപകരിക്കട്ടെ, ഈ ബോധവൽക്കരണങ്ങൾ ഉപകരിക്കട്ടെ എന്ന് ഹൃദയംഗമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഈ മഹത്തായ ഈ ഒരു സംഗമം വലിയ, നേരത്തെ പറഞ്ഞതുപോലെ 2 ദിവസത്തെ ഇസ്ലാമിക ശാക്തീകരണ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ഈ ഒരു സംഗമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളെയും, മുഴുവൻ സമ്മേളനങ്ങളെയും വേദികളെയും അല്ലാഹു സ്വീകരിക്കുകയും അല്ലാഹു നാളെ പരലോകത്ത് സന്തോഷത്തിന് കാരണമാകുന്ന ഒരു ഉയർന്ന അമലായി കബൂലാക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ഇറക്കുന്നതിനോടൊപ്പം ഇതിന്റെ സംഘാടകരായ മുഹമ്മദ് അബ്ദുൽ ഖാദിർ ഉസ്താദ് അവറുകൾ, ബഹുമാന്യനായ ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാൾ ഫഹദ് ഐനി അവറുകൾ അടക്കമുള്ള ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സംഘാടകർക്കും ഹൃദയംഗമായ രീതിയിൽ ആത്മാർത്ഥമായി നന്മകൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് വിട പറയുകയാണ്. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.